കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുതങ്ങളും ഭഗവാനെക്കുറിച്ചും അതുപോലെ സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് ആശ്രമ സംസ്കാരത്തെക്കുറിച്ചും ഒരു പരമഗുരുവിനെ കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം ഒരുക്കുകയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയിലൂടെ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഇന്ന് ഭഗവാന്റെ 3 ആശ്രമങ്ങളിൽ കള്ളിക്കാട് ആശ്രമം, അതായത് അധ്യാത്മ ചിന്താലയ ആശ്രമത്തിനോട് അനുബന്ധിച്ച് ആശ്രമത്തിനോട് ചേർന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഭഗവാൻ തന്നെ വച്ചിരുന്ന ശ്രീ മുരുക വിഗ്രഹം ഈ സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കണം എന്ന് ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം കഴിഞ്ഞ 1 വർഷമായി അവിടെ മുരുകക്ഷേത്രം സ്ഥാപിച്ചു. ആ മുരുകക്ഷേത്രത്തിൻ്റെ 1-ാം വാർഷികം നടക്കുകയാണ്. ഈ ചിന്താലയ ആശ്രമത്തിലെ വാർഷികത്തോടനുബന്ധിച്ച് വാർഷികത്തിൻ്റെ അവസാന ദിവസം 21, 22, 23, 23-ാം ദിവസം, അത് 23-ാം തീയതി, 21, 22, 23 മെയ് മാസം, അതായത് ഇടവ മാസം 7, 8, 9 ഈ തീയതികളിലായിട്ടാണ് ആശ്രമ വാർഷികം നടക്കുന്നത്. അതിൽ ഇടവ മാസം 9-ാം തീയതി, മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ചയാണ് ശരിക്ക് മുരുക ഭഗവാന്റെ പ്രതിഷ്ഠാവാർഷികം. 1-ാം വാർഷികം ഞങ്ങളവിടെ ഭഗവാൻ ബാലസുബ്രഹ്മണ്യനാണ്, എന്ന് വെച്ചാൽ 1 വയസ്സേ പ്രായമുള്ളൂ, അതായത് 1 വർഷമേ ആയുള്ളൂ പ്രതിഷ്ഠ നടത്തിയിട്ട്. പ്രായം ഭഗവാന്റെ പ്രായമല്ല അത്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളെ ആശ്രമത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ. മുരുകനുള്ള പ്രത്യേകത, സുബ്രഹ്മണ്യൻ ഇപ്പോൾ ഞാനൊരു ജ്യോതിഷ കൈകാര്യം ചെയ്യുന്ന ആളാണ്.
എൻ്റെ ജോലി അത് തന്നെയാണ്, പ്രധാനമായിട്ട് ഉള്ള ജോലി ജ്യോതിഷം തന്നെയാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം അടുത്തൊരു 25 വർഷത്തോളം കാലയളവ് ചൊവ്വയ്ക്ക് ആധിക്യമുള്ള സമയമാണ്. അതായത് ചൊവ്വയുടെ പ്രകാശം കൂടുതലായി പതിക്കുന്ന സമയമാണ്. അതിൽ പ്രപഞ്ചത്തിൽ ചൊവ്വയുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ കൂടുതലായി പതിക്കുന്ന സമയമാണ്. ആ സൂര്യപ്രകാശം പോലെ ശരിക്കും ചൊവ്വയുടെ പ്രകാശം പതിക്കുന്ന സ്ഥലം എവിടെയാണ്? അത് ഭാരതത്തിലാണ്, ഇന്ത്യയിലാണ്. ഇന്ത്യ മഹാരാജ്യം അടുത്ത ഒരു 25 വർഷം ആർക്കും തൊടാൻ പറ്റത്തില്ല. ശാസ്ത്രവിധി പ്രകാരം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജ്യോതിഷശാസ്ത്രമാണ് ഞാൻ പറയുന്ന ശാസ്ത്രം, ഇല്ലാത്തതിനെ അന്വേഷിച്ച് കിടക്കുന്ന ശാസ്ത്രമല്ല, ഉള്ള ശാസ്ത്രം ആണ് ശാസ്ത്രം. ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ അന്വേഷിച്ച് കിടക്കുകയാണ്. അവിടെ അതുണ്ടാവും എന്ന് കണ്ടിട്ട് കുറച്ച് പേര് നടന്നിട്ട് അവിടെ കണ്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരും. നമ്മൾ ആചാര്യന്മാർ വെച്ചതെല്ലാം കണ്ടിട്ട് എഴുതി വെച്ചതാണ്, അപ്പോൾ കണ്ട ശാസ്ത്രമാണ്. അപ്പോൾ 25 വർഷം കൊണ്ട് മഹാഭാരതമായി മാറും. മഹാഭാരതം എന്ന് പറയുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളും 200ഓളം രാജ്യങ്ങളുണ്ട്, രാജ്യങ്ങളും ഭാരതത്തിന് കീഴിലാവും. കാരണം ചൊവ്വയുടെ ആധിക്യം. അപ്പോൾ ചൊവ്വയുടെ അധിപൻ ആരാണ്? ചൊവ്വയുടെ ദേവൻ ആരാണ്? സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ ഇനി സുബ്രഹ്മണ്യ സ്വാമിയുടെ കാലഘട്ടമാണ്, അതായത് മുരുകയുഗമാണ്. ചൊവ്വയുടെ റേഡിയേഷൻ അതിനെ ശരിക്കും താങ്ങി നിർത്തുന്ന ആരാണ്? മുരുകനാണ്, ഭഗവാന്റെ യുഗമാണ്. ആ യുഗപുരുഷനായ ഒരു യുഗം എന്ന് പറയുന്നതല്ല, 25 വർഷത്തേക്ക് ചൊവ്വയുടെ ശക്തി നിൽക്കുന്നത് കൊണ്ടാണ് മുരുക യുഗം എന്ന് പറയാൻ കാരണം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നവർക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവും. പെട്ടെന്ന് അവരാഗ്രഹിക്കുന്നതെല്ലാം ഭഗവാൻ നേടിത്തരും. സർവ്വസൈന്യാധിപനാണ്. ദേവേന്ദ്രന് പോലും പറ്റാത്ത കാര്യം ചെറിയ വയസ്സിൽ തന്നെ ഏറ്റെടുത്ത് നേടിയെടുത്ത ആളാണ്. ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രന് പോലും കഴിയാതെ അകന്ന് നിൽക്കുന്ന സമയത്ത് ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ദേവസൈന്യാധിപനായവനാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ആ ഭഗവാന്റെ യുഗമാണ്. ആ ഭഗവാനാണ് ഇവിടെ നമ്മൾക്ക് തമ്പുരാൻ നേരത്തെ തന്നെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഈ വിഗ്രഹത്തെ പോത്തങ്കോട് ഭഗവാന്റെ ജീവസമാധിക്കടുത്ത് ഭഗവാന്റെ വീട്ടിൽ അകത്ത് ഇതിനെ വച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് ഒരു സമയമുണ്ട്. ഭഗവാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ കൊണ്ട് വയ്ക്കണം, പ്രതിഷ്ഠിക്കണം എന്ന് പറയും. ഭഗവാൻ അപ്പോൾ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞാൽ അപ്പോഴും പ്രതിഷ്ഠിക്കും. കാരണം അവിടെ നിൽക്കുന്നവരെല്ലാം ഭഗവത് ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ ഉടനെ ചെയ്യും. പക്ഷെ അതിന് സമയമായില്ലായിരുന്നു. ആ പ്രതിഷ്ഠയ്ക്ക് സമയം ഇപ്പോഴേ ആയുള്ളൂ. കാരണം മുരുകയുഗം തുടങ്ങിയപ്പോൾ മുരുകൻ്റെ പ്രകാശം ആവശ്യമുള്ള സമയത്ത് സാക്ഷാൽ ചിന്താലേശൻ ഈ സുബ്രഹ്മണ്യ സ്വാമിയെ കള്ളിക്കാട് പ്രതിഷ്ഠിച്ചു. ഭഗവാനാണ് പ്രതിഷ്ഠിച്ചത്. നമ്മൾ അതിലൊരു കാരണക്കാരനായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ട്രസ്റ്റും ബാക്കിയുള്ളവരും ഒക്കെ. നമ്മളെ വിചാരിക്കും നമ്മളെ കാലഘട്ടത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനൊരു സമയമാകുമ്പോഴേ എല്ലാം ഭഗവാൻ ചെയ്യുകയാണ്. അങ്ങനെ ഭഗവാൻ എൻ്റെ ആജ്ഞാനുവൃത്തിയായി ഭഗവാന്റെ കൂടെ, ഭഗവാന്റെ മണ്ണിൽ, ഭഗവാന്റെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് തന്നെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ കള്ളിക്കാട് പ്രതിഷ്ഠിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുക, ആ പ്രതിഷ്ഠയോടുകൂടി കള്ളിക്കാടിൻ്റെ അല്ലെങ്കിൽ അധ്യാത്മചിന്താലയ ആശ്രമത്തിൻ്റെ എന്തൊക്കെ അപാകതകളുണ്ടോ, എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറ്റി സർവ്വസൈന്യാധിപനെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി സൂക്ഷിക്കേണ്ട ഒരു കാര്യം, മുരുകനെക്കുറിച്ച് അറിയണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് സുബ്രഹ്മണ്യ സ്വാമി. ക്ഷിപ്രപ്രസാദിയാണ്, എല്ലാം തരും, ചോദിക്കണ്ട, അറിഞ്ഞു തരും. ക്ഷിപ്രകോപിയാണ്, ചെറിയ കാര്യം മതി ദേഷ്യം വരും.
അത് ആരെയും വകവയ്ക്കില്ല. അച്ഛൻ്റെയും അമ്മയുടെയും വരെ പിണങ്ങിപ്പോയ ആളാണ്, പിണങ്ങിപ്പോയ മോനാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നതേ ചെയ്യുള്ളൂ. അപ്പോൾ ആ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്ന സ്ഥലമാണ് ഭഗവാൻ പ്രതിഷ്ഠിക്കുക. ഭഗവാൻ വച്ച വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജീവൻ കൊടുത്ത വിഗ്രഹം. ആ ജീവൻ കൊടുത്ത് വെച്ചിരുന്ന വിഗ്രഹത്തെ, അപ്പോൾ ഭഗവാന്റെ ചൈതന്യം, അല്ലെ ഭഗവാൻ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് വച്ചിരുന്നതാണ്. അതിനെ കൊണ്ടുവന്ന് നമ്മൾ പ്രതിഷ്ഠിച്ചു എന്ന് മാത്രം. അത് ആ സമയത്ത് മുരുകയുഗം തുടങ്ങിയപ്പോൾ പ്രതിഷ്ഠിച്ചു. ഇനി അത് അപ്രതീക്ഷിതമായി വളരും. എന്ത് ചോദിച്ചാലും തരും. മക്കളില്ലാത്തവർക്ക് മക്കളെ തരും, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം തരും, ധനമില്ലാത്തവർക്ക് ധനം തരും, രോഗശമനത്താൽ കഷ്ടപ്പെടുന്നവർക്ക് രോഗവിമുക്തി ഉണ്ടാക്കി തരും, മനസമാധാനം ഇല്ലാത്തവർക്ക് മനസമാധാനത്തെ തരും. അപ്പോൾ സമ്പത്ത് വേണമെങ്കിൽ സമ്പത്തിനെ തരും, ശത്രുപരാജയത്തിനാണെങ്കിൽ അത് ഭഗവാൻ തരും. അപ്പോൾ എന്തും തരാൻ ശക്തിയായിട്ട് മുരുകയുഗം വന്നു. മുരുകൻ നമ്മളെവിടെ പ്രതിഷ്ഠാമൂർത്തിയായിട്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ വാർഷികത്തിന് കൂടെ, അപ്പോൾ ഭഗവാന്റെ ജന്മദിനത്തിന് ആണ് ഭഗവാൻ ശരിക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനവും വന്നിരിക്കണേ. ജന്മദിനം എന്ന് പറഞ്ഞാൽ വാർഷികം എന്ന് പറയുന്നത് ഒരു ആളിനെ പ്രതിഷ്ഠിച്ച് അടുത്ത വയസ്സാവുന്നതല്ല. അല്ലാതെ ആർക്ക് നക്ഷത്രങ്ങളില്ല. നമ്മൾ ജ്യോതിഷശാസ്ത്രപ്രകാരം നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? ആ ശരീരം എടുക്കുന്ന സമയത്ത്, ഭൂമിയിലേക്ക് ജന്മം എടുക്കുന്ന സമയത്ത്, പ്രാണവായു ശ്വസിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രം ആണോ നമ്മളെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് അത് നമ്മളെ നക്ഷത്രമായി എടുത്ത് ചെയ്യും. അതുകൊണ്ട് ദേവീ ദേവന്മാർക്കൊന്നും നക്ഷത്രമില്ല. നമ്മൾ കൊടുക്കുന്ന നക്ഷത്രം ശിവൻ ഈ നക്ഷത്രം, ദേവിക്ക് ഈ നക്ഷത്രം, അല്ലെങ്കിൽ ഗണപതിക്ക് ഈ നക്ഷത്രം, മുരുകൻ ഈ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന നക്ഷത്രങ്ങളാണ്. അല്ലാതെ നക്ഷത്രങ്ങളില്ല. കാരണം ഓരോ പ്രതിഷ്ഠ അനുസരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അവർ അവതാരം എടുത്തതനുസരിച്ചോ ഒക്കെയാണ് നക്ഷത്രങ്ങൾ പറയുന്നത്. കാരണം നക്ഷത്രങ്ങൾ പറയുന്നത് ദക്ഷപ്രജാപതിയുടെ മക്കളാണ് 27 നക്ഷത്രങ്ങളും. 28 മക്കളുണ്ട്, 28 പെൺമക്കളാണ്. അതിലാണ് സതീദേവി ജനിച്ചത് അഭിജിത്ത് നക്ഷത്രമായി മാറി. അങ്ങനെ 28 നക്ഷത്രങ്ങൾ. ഒരു നക്ഷത്രത്തെ എല്ലാ ദിവസത്തേക്ക് എല്ലാ നക്ഷത്രത്തിൻ്റെ കൂടെയും വീതിച്ചു കൊടുത്തു. അങ്ങനെ 27 നക്ഷത്രമാക്കി മാറ്റി. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ദേവീദേവന്മാർക്ക് താഴെയാണ്, മുകളിലല്ല. അപ്പോൾ അത് ദക്ഷപ്രജാപതിക്ക് മക്കളുണ്ടായതിന് ശേഷമാണ് നക്ഷത്രങ്ങൾ ഉണ്ടായത്. അപ്പോൾ നക്ഷത്രം എന്ന് പറയുന്നതിൽ ഇന്ന ദേവന് ഇന്ന നക്ഷത്രം, അപ്പോൾ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ പൂയ നക്ഷത്രത്തിൽ ജനിച്ചു, ഇതൊക്കെ പറയുന്ന ഓരോ പ്രതിഷ്ഠയുടെ കാര്യഘട്ടങ്ങളായിട്ട് നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ മുരുക ഭഗവാന്റെ ശരിക്ക് ആത്മാവ് എന്ന് പറയുന്നത് ചൈതന്യം കുടികൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ് അധ്യാത്മചിന്താലയ ആശ്രമത്തിൽ ഇരിക്കുന്നു എന്നറിയുക. മക്കൾക്ക് ദുഃഖം അനുഭവിക്കുന്നവർക്ക്, മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർക്ക് ശരിക്ക് അമ്മമാർ ഷഷ്ടിവ്രതമെടുത്താൽ എന്ത് ദോഷഭാവവും മുരുകസ്വാമി മാറ്റിത്തരുമെന്നാണ്. അത്ര സ്നേഹം, അത്ര ശക്തിയുള്ളവനാണ്. കർമ്മഫലത്തെ വരെ മാറ്റും. കർമ്മഫലമാണല്ലോ സന്താനങ്ങളെ കൊണ്ട് ദുഃഖിക്കുന്നതിനെല്ലാം കാരണം. നമ്മളെ ദുഃഖത്തിനെല്ലാം കാരണം കർമ്മഫലമാണ്. ശരിക്കും ജ്യോതിഷദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി. ഒരു ദൗത്യം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. സാക്ഷാൽ മഹാദേവനാണ് ഏൽപ്പിച്ചത്. ഓരോരുത്തർക്കും ഓരോ ദൗത്യം കൊടുത്തു. വിഘ്നേശ്വരന് കൊടുത്ത ജോലി വേറെ, അതുപോലെ മുരുകസ്വാമിക്ക് കൊടുത്തത് വേറെ. സാക്ഷാൽ സുബ്രഹ്മണ്യന് ജ്യോതിഷത്തിൻ്റെ ഇത് കൊടുത്തു. ഒരാൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ജാതകം തയ്യാറാക്കി കൊടുത്തുവിടും. അപ്പോൾ നമ്മളെ ജാതകം എഴുതിയ ആരാണ്? ശരിക്ക് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതായത് നമ്മളെ തലയിലെഴുതിയ ആളാണ്. തലയിലെഴുത്ത് മാറ്റാനും അദ്ദേഹത്തിന് പറ്റും. അല്ലെങ്കിൽ സാക്ഷാൽ ചിന്താലേശം വിചാരിക്കണം. അല്ലാതെ ഒരു ദൈവത്തിനും പറ്റൂല. അപ്പോൾ രണ്ടുപേർക്കേ പറ്റുള്ളൂ. ആർക്കൊക്കെ പറ്റും? നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം സാക്ഷാൽ ഭഗവാൻ ചിന്താലേശന് തലയിലെടുത്ത് മാറ്റാൻ പറ്റും. മറ്റൊരാളിന് പറ്റുന്നത് ശരിക്ക് ജ്യോതിഷമൂർത്തിയായ മുരുകസ്വാമിക്ക് പറ്റും. അപ്പോൾ ആ മുരുകൻ്റെ ആധിക്യമുള്ള സമയമാണ്. ആ സമയത്താണ് ഭഗവാനെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ആ സമയത്ത് ആ പ്രതിഷ്ഠാ വാർഷികമാണ്
നമുക്ക് ഭഗവാന്റെ ജന്മദിനത്തിൻ്റെ അന്ന് നമ്മൾ ആഘോഷിക്കണേ. അതുകൊണ്ട് അവിടെ അന്ന് 2 ചൈതന്യങ്ങൾ ഒന്നിക്കുകയാണ്. നമ്മളന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ കാണാം, ഭഗവാനെ കാണാം. കാരണം ചിന്താലേശൻ അന്ന് അവിടെ വരും, ഭഗവാൻ അവിടെ ഉണ്ട്. എന്നാലും അന്ന് ആ ചൈതന്യം ആ നാളിന് ഇത്രയും ഭക്തരുടെ പ്രാർത്ഥനയിൽ ഭഗവാൻ ഉണർന്ന്, യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ഭഗവാൻ അവിടെ സന്നിഹിതനാവും. ആ സമയത്ത് ആര് കൂടെ കാണും? മുരുകസ്വാമിയും കൂടെ കാണും. അപ്പോൾ നമുക്ക് 2 പേരെയും ദർശനം ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് ഈ 23-ാം തീയതി, അതായത് മെയ് മാസം 23-ാം തീയതി, ഇടവ മാസം 9-ാം തീയതി. ആ പുണ്യ, അപ്പോൾ അവിടെ ഇത്രയും ശക്തമായി നിൽക്കുന്ന ഭഗവാന് ഒരു അർച്ചനയോ അവിടുത്തെ പൂജകളോ, മുരുകസ്വാമിക്കുള്ള ശരിക്ക് പറഞ്ഞാൽ ലഘുവായിട്ടുള്ള പൂജകളാണ് ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളിലെ മഹാക്ഷേത്രങ്ങളെക്കാൾ ശക്തിയിലിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. മഹാക്ഷേത്രത്തിലൊക്കെ നമുക്ക് പോയി ഇത്രയും വിശാലമായിട്ട് തൊഴാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ തിരക്കായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഏത് മഹാക്ഷേത്രം എടുത്താലും, അവിടെ മുരുകൻ്റെ ക്ഷേത്രം എടുത്താലും അവിടെ ഒരു മഹാഗുരുവിൻ്റെ സമാധി ഉണ്ടാവും. ആ മഹാഗുരുവിൻ്റെ നിർദ്ദേശത്താലാണ് ഭഗവാൻ മഹാഗുരുവിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അവിടെ വരുന്ന ഭക്തർക്ക് എല്ലാം കൊടുക്കുന്നത്. ഭക്തർക്കെല്ലാം ദാനം ചെയ്യുന്നത് എങ്ങനെയാണ്? മഹാഗുരുവിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. ഇപ്പോൾ ആളുകളെല്ലാം, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുരുകക്ഷേത്രത്തിൽ പോകണ ശക്തി മുരുകക്ഷേത്രങ്ങൾ 6 ഉണ്ട്. അറുമുഖൻ, അറുവിടൈ വീട്, അതായത് തിരുച്ചെന്തൂർ, തിരുപ്പുറംകുണ്ടം, പഴമുലൈ ചോലൈ, തിരുത്തണി, സ്വാമിമലൈ, പളനി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് ഈ മറ്റ് 5 സ്ഥലത്തേക്കാൾ പളനിയിലാണ്. പളനിക്കുള്ള പ്രത്യേകത എന്താണ്? അവിടെ പോകരുടെ സമാധിയാണ്. അഗസ്ത്യ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായ പോകരുടെ സമാധിയാണ്. ഇതുപോലെ ഓരോ ക്ഷേത്രം നിങ്ങൾ എടുത്താലും അവിടെ ഒരു മഹാമുനിയുടെ സമാധി ഉണ്ടാവും. എപ്പോഴും സമാധി ഉള്ളിടത്ത് മാത്രമേ ശക്തിയുള്ളൂ. അപ്പോൾ ഭഗവാൻ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. അതേപോലെ ചിന്താലേശ ഭഗവാന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. അത്ര ശക്തനായിട്ടുള്ള മുരുകനാണ്. ഇത് കാണുന്ന എല്ലാ പേർക്കും ഈ വാർഷിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ചെറിയ അറിവ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല. ഭഗവാന്റെ കൂടി നിന്ന് ഭഗവാന്റെ അന്നം കഴിച്ച് ഭഗവാന്റെ കൂടി കിടന്നതിലായാൽ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അങ്ങനെ ചെറിയ ഒരു ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണേ. നിങ്ങൾക്കിതിനേക്കാൾ അറിവുണ്ട്. എന്നാലും ഈ കാണുന്ന ഓരോരുത്തരും ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ സ്ഥലത്തേക്ക് ഭഗവാന്റെ അനുഗ്രഹം അവർക്കും കിട്ടുന്നത്. കഷ്ടപ്പെടുന്നവർക്കെല്ലാം നല്ലത് വരട്ടെ. അതിനു വേണ്ടി ആ മനസ്സെങ്കിലും നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം. നിങ്ങൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുമ്പോഴും ഭഗവാൻ കാണുകയാണ്, ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിളംബരം ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം. അത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ദൗത്യം നിറവേറ്റേണ്ടത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ചാനൽ കണ്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരാളിനെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ദിവസം അവിടെ വന്ന് സാക്ഷാൽ ചിന്താലേശനോട് എന്ത് ചോദിച്ചാലും തരും. അതിലുപരി സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് തലയിലെഴുത്തിനെ വരെ മാറ്റാൻ ശക്തിയുള്ള ആളെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ കർമ്മഫലത്തെ കുറയ്ക്കാൻ പറ്റും, കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ പറ്റുന്ന ആൾ 2 പേരും ഒന്നിക്കുന്ന ആ പുണ്യമുഹൂർത്തത്തിൽ എല്ലാ ഭക്തരും അത്യാത്മ ചിന്താലയ ആശ്രമത്തിൽ വന്ന് ഈ ഭഗവാന്റെ ജന്മദിന പരിപാടിയിലും അതേപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാർഷികത്തിനും 1-ാം വാർഷികത്തിനും പങ്കെടുത്ത് എല്ലാവരും അനുഗ്രഹം വാങ്ങി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടി എല്ലാ പേർക്കും
നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.